ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. അടുത്ത ടീം കൊച്ചു പ്രതിവേട്ടനുണ്ട്, സൂര്യശ്രീ ഉണ്ട്, കൂടെ നമ്മുടെ സജിച്ചേട്ടനും നല്ല കൈ. വേറെ കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞക്കുയിൽ ജാതി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. ദൈവമേ, ഭഗവാനെ, നല്ലൊരു കളി തന്നെ എനിക്ക് കിട്ടിയല്ലോ. ഭഗവാനെ കാത്തിരക്ഷിച്ചേക്കണമേ. സിസ്റ്ററെ, സിസ്റ്ററെ, സിസ്റ്ററെ. അയ്യോ, മുന്നി വരല്ലേ, വിഷുവായിട്ട് മുന്നി വരല്ലേ. ഞാനാണ് ഈ കണി ഒന്ന് കണ്ടോട്ടെ. എങ്ങോട്ട് പോവുക? അവിടെയൊന്നുമല്ല. ഇതാരായി നിക്കുന്ന ഇത്? എന്റെ സിസ്റ്ററെ, ഞാൻ ആ രാജാന്റെ വീട്ടിൽ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി കയറിയതാ. പട്ടി എന്നെ ചന്തിക്ക് കടിച്ച് പറിച്ചു വെച്ചേക്കോ, ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാ. ദൈവമേ, എടോ ഇന്നലെ രാത്രി 2 മണി തൊട്ട് ഞാൻ ഈ കണി ഒരുക്കി വെച്ചിരിക്കുക ഒന്ന് കാണാനായിട്ട്. ഞാൻ ആദ്യം ആ കണി ഒന്ന് കണ്ടോട്ടെ. ഞാന് കുറച്ച് മാറി നേരെ തിരിഞ്ഞോ. തുറക്കട്ടെ. തുറന്നു. എന്റെ കണ്ണാ. എന്തോ? എന്തോന്ന്? എന്റെ പേര് കണ്ണാന്നാ. നിങ്ങളെ ആരാ വിളിച്ചേ? സാക്ഷാൽ കണ്ണനെയാ വിളിച്ചേ. ഭഗവാനെ, ഞാൻ PK കണ്ണനാണ്. ചേട്ടോ, നിങ്ങളോട് ആര് പറഞ്ഞോടോ ഈ വിഷു ആയിട്ട് രാവിലെ പോയി പട്ടിയുടെ വായി ചെന്ന് കയറാൻ? ഇന്ന് വിഷു ആണെന്ന് എനിക്കല്ലേ അറിയാവുള്ളൂ, പട്ടിക്കറിയാവോ? എന്റെ ദൈവം, പട്ടിക്കുണ്ടോ വല്ല വിഷുവും സംക്രാന്തിയും? അതിനാകെ അറിയാവുന്ന ഒരു ഒറ്റ മാസം കന്നിമാസം. അതറിയാത്ത എന്റെ ഈഗോ കാരണം കടിച്ചതാകും. അവിടോട്ട് കയറി ഇരിച്ചല്ലേ. ഇരിക്കാൻ പറ്റില്ല. എന്റെ ദൈവമേ, കടിച്ച് നാശാക്കി വെച്ചേക്കോ. അവിടോട്ട് മാറുന്നില്ലേ? ഡോക്ടർ ഒന്ന് കണി കാണട്ടെ. എന്നെയോ? നിങ്ങളെയാണോ? വേഗം വരാൻ പറ. ഡോക്ടറെ, കണ്ണടച്ചിട്ടുണ്ട്. ഈ ഗണി പണിയാവൂലല്ലോ. എല്ലാം സെറ്റാണല്ലേ? കണിയല്ല ഉദ്ദേശം. കൈകി പിടിച്ചോണ്ട് വരാനാ പറഞ്ഞത്. ഓക്കെ, നേരെ എല്ലാം വാങ്ങിയിട്ടുണ്ടല്ലോ. എല്ലാം സെറ്റല്ലേ? ഇങ്ങോട്ട് ഓക്കെ, തുറക്കട്ടെ. തുറന്നു. ഓക്കെ, ഒരു കിലോ ആപ്പിൾ മാറ്റിട്ട് 2 ആപ്പിൾ അങ്ങ് മുക്കിയല്ലേ? ആപ്പിളെ നോക്കാതെ അവിടെ ഇരിക്കുന്ന കൃഷ്ണനെ നോക്കാം. ഓക്കെ. ദൈവമേ, ഈ കണിയോടുകൂടി ഈ ഹോസ്പിറ്റലിൽ വലിയ രീതിയിൽ ഉയരണം, സകല ഐശ്വര്യങ്ങളും വന്ന് ചേരണേ എന്റെ കണ്ണാ. എന്തോ? ഇതേത് കണ്ണായി? എന്റെ പൊന്നു സാറേ, വിഷു ആയിട്ട് അവിടെ കണിക്കൊന്ന് പറിക്കാൻ പോയതാ. ഏതോ പട്ടി ഓടിച്ചിട്ട് കടിച്ചെന്ന് പറഞ്ഞ് ചന്തി കാണിക്കാൻ വന്നേക്കോ രാവിലെ. സാറേ, ഞാൻ PK കണ്ണൻ. ഒന്ന് നോക്കിയ സാർ. അയ്യോ, എന്റെ പൊന്നു ദൈവമേ, വിഷു ആയിട്ട് ഫസ്റ്റിലെ ചന്തി കേസാണല്ലോ. നമുക്ക് നോക്കിയല്ലേ പറ്റൂ. ഡോക്ടറായി പോയില്ലേ? അതെ സാർ നോക്ക് തന്നെയല്ലേ. ഹലോ മിസ്റ്റർ കണ്ണൻ. മിസ്റ്റർ കണ്ണനല്ല, PK കണ്ണൻ. ഓക്കെ കണ്ണ, ഓക്കെ കണ്ണനല്ലെന്ന് PK കണ്ണൻ എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്നു കണ്ണാ. PK കണ്ണൻ. കണ്ണൻ. ഓക്കെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ് വരെ. അപ്പൊ പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പ്രാഥമിക ആവശ്യങ്ങൾ നടക്കണ്ടേ? അത് നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ താൻ ഇങ്ങോട്ട് വന്നത്. അത് നമ്മൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ? വിഷു എന്ന് പറഞ്ഞാൽ എന്താ? വിഷു എന്ന് പറഞ്ഞാൽ തന്നെ കണ്ണന്റെ ജന്മദിനല്ലേ? അത് കണ്ണൻ അറിയാണ്ടിരിക്കോ? അത് ആ കണ്ണന്. ഞാൻ ഈ കണ്ണന്റെ കാര്യം ചോദിച്ചു. ഈ കണ്ണനല്ല, PK കണ്ണനാന്ന് പറഞ്ഞപ്പോ. ഇത് കുരു ആണല്ലോ പൊന്നു ദൈവമേ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ഐശ്വര്യത്തോടു കൂടി നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് അത് തന്നെ ആയിരിക്കും നമ്മുടെ അനുഭവങ്ങളല്ല. അറിയാലോ. അപ്പൊ ഇത്രയും നല്ലൊരു കണി കണ്ടിട്ട് എങ്ങനെയാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഈ സംഭവം കാണുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഞാനിത് നോക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ. നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു നല്ല അസുഖം നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. നല്ല അസുഖം? അസുഖം തന്നെ ചീത്തയല്ലേ? നല്ല അസുഖം ഞാൻ പറഞ്ഞത് അതായത് ചുമയോ പനിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആദ്യം വരുമല്ലോ, അയാളെ നോക്കിയിട്ട് നമുക്ക് രണ്ടാമത് നോക്കാം. സംഭവം മനസ്സിലായല്ലോ? വിഷു ആവണ്ട. എന്റെ പൊന്നു സാറേ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്താ. അങ്ങനെയാണെങ്കിൽ താൻ വേറെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടോ? ഇന്ന് വിഷു ആയിട്ട് ഒരൊറ്റ ഹോസ്പിറ്റലിലെ എല്ലാം അവധിയാകും. കണ്ടോ, ഞാൻ പറഞ്ഞത് നമ്മുടെ പരിസരത്തെ മൊത്തം ഹോസ്പിറ്റലും അവധി. നമുക്കും ഇന്ന് അവധി കൊടുക്കാന്ന് കേട്ടില്ലല്ലോ. ഇന്ന് അവധി കൊടുത്താ പിന്നെ ഈ കണി ഞാൻ എങ്ങനെ കാണും?
ഈ കിന്നരിച്ചുകൊണ്ട് വെക്കണത്? ഒന്ന് അടങ്ങടാവേ. ഇത്രയും നേരം പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഏതൊരു സ്ഥാപനത്തിനും ആദ്യം ഈ വിഷു എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു സംഭവമല്ലേ? അതെ, അതെ, അതെ. ഇത് വെച്ചല്ലേ മുന്നോട്ട് പോകുന്നു. ഒന്ന് സഹകരിക്കും, ആരെങ്കിലും വരട്ടെ, വന്നിട്ട് നോക്കാന്ന് പറഞ്ഞില്ലേ? ഡോക്ടറെ കണി കണ്ടു കഴിഞ്ഞില്ലേ? കണി കണ്ടു കഴിഞ്ഞല്ലോ. കൈനീട്ടം തന്നില്ല. കൈനീട്ടം പിന്നെ ഞാൻ തരാതിരിക്കൂ. ആ കൈ ഇഞ്ഞ് നീട്ടിക്ക്. ഇതെന്താ ഇത്? കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടി വെള്ളം തന്നാണ്ടല്ല. 1-ാം തീയതി കയറി വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കണം. ഡോക്ടർ പൊന്ന് കണ്ണടച്ചേ. ഞാൻ കൈ നീട്ടി എടുത്തോണ്ട് കണ്ണടച്ചേ. ഞാൻ പറയാതെ തുറക്കരുതേ. ഇല്ല. തുറക്കില്ലേ? ഡോക്ടറുടെ ഒരു കാര്യം. കിട്ടി. വേണ്ട, ധൃതി വേണ്ട, പതുക്കെ മതി. കിട്ടി. ഇതൊരു സ്വർണ്ണ കോയിനാണ്. കൈക്കകത്ത് വെച്ചോ, ആർക്കും കൊടുക്കരുത്. സ്വർണ്ണക്കോയിൻ. അതെ. അയ്യോ, വിഷുവായിട്ട് എന്തൊരു ഭാഗ്യമാ. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആദ്യം തന്ന ഗിഫ്റ്റാ. ആദ്യം തന്നെ അതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ പൊന്ന് കണ്ണാ. കണ്ണൻ. ഒരാള് വരാതെ നിന്നെ നോക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, ഇത് നടപടിയാവുന്നോന്നുള്ള എന്റെ ആവശ്യമായി പോയില്ലേ. ഞാൻ ആരെങ്കിലും വിളിച്ചു നോക്കട്ടെ. ബിജു, അളിയാ പനി ഉണ്ടോടാ? പണിയൊന്നും ഇല്ലളിയാ. അതല്ലെന്ന്. എടാ, നിനക്ക് പനി ഉണ്ടായിരുന്നു, മാറിയോ? എനിക്ക് പനി മാറി. എന്റെ ദൈവം. എടാ, അച്ഛനും അമ്മയ്ക്ക് പെങ്ങൾക്ക് വല്ല അസുഖം ഉണ്ടോ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ എന്താ ഒരു അസുഖം ഇല്ലളിയാ. എന്ത് പറ്റി? എന്റെ അളിയാ, ഇപ്പോഴത്തെ അസുഖമൊക്കെ സൂക്ഷിക്കണം. എടാ, തൊട്ടടുത്തല്ലേ ഹോസ്പിറ്റലിൽ, നീ അവരായിട്ടൊന്നും ഇങ്ങോട്ട് വാ. ഇന്ന് വിഷു ഒക്കെ അല്ലടാ. എടാ, വിഷു ആയിട്ട് വെറുതെ ഹോസ്പിറ്റലൊക്കെ ഒരു കാര്യമില്ലാതെ കയറി വരാൻ പറ്റുമോ? എടാ, നീ എന്ത് ഈ പറയണ? എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ, നിനക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവോ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല. രക്ഷപ്പെട്ടു. നേരെ എന്റെ അച്ഛന്റെ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. അതെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ സാർ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ഇങ്ങനെ വാ. ശരി. ഓക്കെ. എന്ത് ചതിയാണോ നീ കാണിക്കുന്നത്? നീ എവിടത്തെ കാരണാടാ? നീ നിന്റെ സ്വന്തം കൂട്ടുകാരൻ അവന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടും ബൈക്ക് എടുത്തോണ്ട് വരാൻ വേണ്ടിട്ട് പറയും. എന്ത് ചതിയാണോ നീ കാണിക്കുന്നത്? പിന്നെ എനിക്ക് മുമ്പ് ഇവിടെ ഒരു പേഷ്യന്റ് വരണ്ടേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ അനുസരിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ചോര ഒലിപ്പിച്ച് ഒരു രോഗി ഇവിടെ വന്നിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ. ഇത് നടപടി കേസല്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൊന്ന് എന്താ? നിന്നെ ബേക്കിൽ നോക്കി ഞാൻ ആദ്യം ചികിത്സിക്കില്ല. പറഞ്ഞോട്ടെ. നിന്റെ മുഖത്ത് നോക്കി ഞാൻ ആദ്യം കുറച്ച് ചികിത്സിക്കും. അതിന് മരുന്നൊക്കെ തന്ന് നിന്നെ ഞാൻ അങ്ങോട്ട് വിടും. അത് കഴിഞ്ഞിട്ട് നീ വീണ്ടും രണ്ടാമത് വരുമ്പോ നിന്നെ പട്ടി അടിച്ചതിന് ഞാൻ ചികിത്സിക്കും. അപ്പൊ എനിക്കും കുഴപ്പമില്ല, നിനക്കും കുഴപ്പമില്ല. വിഷു ആവണ്ടാണേ. എന്തെങ്കിലും അസുഖമുണ്ടോ? ഒരു അസുഖമില്ല. ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തെങ്കിലും അസുഖമുണ്ടോ? ഇല്ലെന്ന്. എനിക്ക് യാതൊരു അസുഖമില്ല. പിന്നെ നിനക്ക് എന്തിനാ സുഖാറാ? പട്ടിനെ വായിച്ചെന്ന് എനിക്ക് ചെറിയൊരു മാനസിക രോഗമുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇനി കയറില്ലല്ലോ. അതല്ലേ പിന്നെ എനിക്ക് എന്നാന്ന് അറിയാൻ പാടില്ല. ഈ പെണ്ണുങ്ങളുടെ ഒരു വിരല് തന്നെങ്കിലും ശരീരത്തിൽ സ്പർശിച്ച അപ്പ ഇടത്തടിക്കും. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, കഴിക്കല്ലേ കേട്ടോ. വെറുതെ എന്തിനാ കണ്ണടിച്ച് ചാവുന്നത്? അതെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടോന്ന് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ട്. കണ്ടാ ഇപ്പൊ ഉണ്ട്. എനിക്ക് മൂത്രത്തിൽ കല്ലിന്റെ ഒരു അസുഖം. മൂത്രത്തിൽ കല്ലുണ്ടോ? സൂക്ഷിക്കണം കേട്ടോ. എന്നെ ഡയമണ്ട് അല്ല എടുത്ത് സൂക്ഷിച്ചു. ഒരു കാര്യം ചെയ്യ്. ഒന്നുകൂടെ ബ്ലഡ് യൂറിനൊക്കെ ഒന്ന് പരിശോധിച്ചാലോ? അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. വിളർച്ചയുണ്ട്. ആൾക്കാര് പറയണേ എനിക്ക് വളർച്ചയേ ഇല്ല. എടാ, ഞാൻ വളർച്ച എന്നല്ല പറഞ്ഞത്, വിളർച്ച ഉണ്ടെന്നാ പറഞ്ഞത്. മനസ്സിലല്ലേ? മരവിപ്പുണ്ടോ? അത് ഈ ബിസിനസ് ഡെഡ്ലൈനു ശേഷം ഇപ്പൊ ഇല്ലാതെ നിർത്തി കളഞ്ഞു. എന്തോന്നു? മരവിപ്പ്. മരവിപ്പെന്നാണോ ഞാൻ പറഞ്ഞ? മരവിപ്പുണ്ടോ? ഒരു കാര്യം ചെയ്യ് സിസ്റ്ററേ, ഇവന്റെ ബ്ലഡും യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തേരെ. ബ്ലഡ് ഓക്കെ, പക്ഷെ യൂറിൻ വരുമെന്ന് തോന്നണില്ല. എന്ത് പിണങ്ങി നിൽക്കുകയാണോ? അതല്ലെന്ന്. പിന്നെ അതാ പട്ടി കടിച്ച സ്പോട്ടിൽ അപ്പൊ തന്നെ പോയില്ലേ. ഇനിയിപ്പോ വരാനായിട്ടൊരു 9 മണിയാവും. 9 മണി സമയം പറഞ്ഞ് വരാൻ വേണ്ടിട്ട് നിന്റെ മൂത്രം എന്താ മറ്റേ പരിചയ എക്സ്പ്രസ് ആണ്? ഡോക്ടറെ, അങ്ങോട്ട് മാറിക്കേ. ഇരിക്കാൻ പറ്റത്തില്ല പുള്ളിക്ക്. അന്ന് അങ്ങോട്ട് ചാരുന്നില്ല. അതെ, അങ്ങോട്ട് നോക്കിക്കോണം കേട്ടോ. എന്നായിരുന്നു? അല്ല, വിളിച്ച് ഞാനിപ്പോ തട്ടി എഴുന്നേപ്പിച്ചതാണോ? അങ്ങനെ അത് വലുതായിട്ട് തട്ടണ്ട. എവിടെയെങ്കിലും കുത്തിയെടുത്താവും. ഫുൾ ഞരമ്പനാ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടത്തടിച്ച്. ഇപ്പൊ കൊലപാതക കുറ്റത്തിനകത്ത് പോയേനെ. കുറച്ച് വൈറ്റമിന്റെ കുറവുണ്ട് നിനക്ക്. സിസ്റ്റർ ഇപ്പൊ ഒരു മരുന്ന് എഴുതി തരും. അത് പോയി വാങ്ങിച്ച് കഴിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വാ. അപ്പൊ പിന്നെ പട്ടി അടിച്ചു
ചുമച്ചു നോക്കണ്ടേ? ചവിട്ടി തന്നാൽ ഡോക്ടറും ആയി പോയല്ലോ എന്റെ പൊന്നു ദേവി. എടാ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു, ഇനി രണ്ടാം ഘട്ടം. വിഷു ആവണ്ടേ? ഓ, രണ്ടാമത്തെ അങ്ങനെ. രോഗിയായിട്ട് നീ വരുന്നു. ശരി, അഭിനയം. അതവിടെ ഓക്കെ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നാൽ മതി. ഒരു പട്ടി കടിച്ചതിനെ എന്തെല്ലാം പാടാതെ. ഞാനേ ഇവനെ കടിച്ച പട്ടിയുടെ കാര്യം ആലോചിക്കുക. ഒരു വർഷം നിന്നില്ല ആ പട്ടിയില്. പിന്നല്ലാതെ ഇങ്ങനെയുള്ള മാരണങ്ങളൊക്കെ വന്ന് കേറിയ എന്തോ സംഭവം ആലോചിച്ച് നോക്കിയേ. സിസ്റ്ററെ, ഞാൻ ആ രാജാന്റെ വീട്ടില് കൊന്നപ്പൂ പറിക്കാൻ കരുതാ. പട്ടി എന്റെ ചന്തി കടിച്ചു പറിച്ചു. കാണിക്കട്ടെ. ഇതന്നെയല്ലേ കുറച്ചു മുമ്പേ പറഞ്ഞത്? റീ എൻട്രി അല്ലേ, ഒന്ന് പഞ്ചാക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. ഡോക്ടർ സിസ്റ്ററെ, ഒരു patient വന്നേക്കുന്നു. എന്തൊരഭിനയാതു അടി. പിന്നെ ഒന്ന് തിരിഞ്ഞു നിന്നാ നോക്കട്ടെ. എങ്ങനുണ്ടോ? ഇത് ഐഫോണിന്റെ ലോഗോ പോലുണ്ട്. ആപ്പിളിന്റെ കുറച്ച് കടിച്ചെടുത്തോണ്ട് പോകുമല്ലോ, അതുപോലുണ്ട്. പക്ഷെ ഒരു കേസേ, എന്താ? ഈ അടിച്ചോണ്ട് പോയ കഷ്ണം കൊണ്ടുവന്നാലേ തുന്നിച്ചേർക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പോ പട്ടി തിന്നാണ്. പട്ടിന്ന് തിന്നത്തില്ല. വിഷു വെജിറ്റേറിയനാ പട്ടി. അയ്യോ, എവിടെ വരുന്നേ? പട്ടി കടിച്ചതാണെങ്കിൽ പൊക്കിളിന് ചുറ്റും ഇഞ്ചക്ഷൻ മസ്റ്റാ ഡോക്ടർ. മസ്റ്റാ അത് കറക്റ്റാ. നീ ഒരു കാര്യം ചെയ്യാം, ആ ഉടുപ്പൊന്ന് പൊക്കിയോ, പൊക്കളൊന്ന് കാണട്ടെ. ഓ സാറേ, എനിക്ക് നാണം. എനിക്ക് നാണം. ആ പട്ടീരെ മുമ്പൊക്കെ നിന്ന് കൊടുക്കാൻ നിനക്ക് നാണോ മാനോ ഒന്നും ഇല്ലായിരുന്നല്ലോ. സിസ്റ്റം തിരിഞ്ഞെ. ഇത് പൊക്കിളാണോ അതോ ഫാനിന്റെ റെഗുലേറ്ററോ? പാട്ടി 8ന്റെ പണിയാ തന്നിരിക്കുന്നേ. റൗണ്ട് അടിച്ച് മിഷൻ കണ്ണുപോലെ ഞാൻ പടിയാക്കും. നോയിക്കോടാ നീ. സിസ്റ്റർ ഒരു കാര്യം ചെയ്യും, കൊണ്ടുപോയിട്ട് ഒന്ന് ഡ്രസ് ചെയ്തിട്ട് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത്. ഇഞ്ചക്ഷൻ 2 ഗുളികയും കൊടുക്കാൻ. സെട്രാഡോ ട്രിയാങ്കോ 5 mg കൊടുക്കട്ടെ. കൊടുക്ക്, 2 പിട്രാഡോ ട്രിൻഡ്രോഗോ പ്രീക്ക് കൊടുത്താലോ 2 mg. ഓ, സൈഡ് എഫക്റ്റ് ഉള്ളതാണ്. പകുതി മതി. ഫെറാറ്റിക് റിപ്പോമ മാക്കു കൊടുത്താലോ 2 mg. ഇവിടെ ഇരുന്ന് പഴകി പോണ സാധനം. എന്നാത്? ഇവിടുന്ന് പഴകുന്ന സാധനം പൊടിയാ തരാം. ഞാൻ വിചാരിച്ചു സിനിമാറ്റിക് ഡാൻസ് ട്രൂപ്പിന്റെ പേരായിരിക്കും. ദൈവമേ, എന്റെ പൊന്നു ദൈവമേ, ഇതേപോലത്തെ മാരണങ്ങൾ കയറി വന്ന ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധി കൊടുത്തിട്ട് ഞാനും സിസ്റ്ററും കൂടി ഒരു വിഷു ഊണൊക്കെ പോയി കഴിച്ച് കുറച്ച് കാഴ്ചകളെ കാണാമെന്ന് പറഞ്ഞോണ്ടിരുന്ന ഇവൻ നശിപ്പിച്ച് നാരാണൊക്കെ വന്ന് കയറി ഇന്നത്തെ ഈ വർഷമേ തൊലഞ്ഞു. ഡോക്ടറെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ആര് പറഞ്ഞു? ഞാനും കണ്ടു. ഞാൻ കണ്ടിട്ടല്ലേ നിങ്ങൾ കണ്ടു? പിന്നെ ഞാൻ ഡ്രസ് ചെയ്ത് തിരിഞ്ഞു നിന്ന് ഗ്ലൗസ് അങ്ങോട്ട് ഊരിയിട്ടിട്ട് നോക്കിയപ്പോ പേഷ്യന്റിനെ കാണാനില്ല. അത് പിന്നെ അങ്ങോട്ട് പോയി? എനിക്കറിയാൻ വയ്യ. അത് അവിടെ എവിടെയും കാണും. നീ ഈ മറ്റേ സിറിഞ്ചൊക്കെ കളഞ്ഞ പെട്ടിക്കകത്തൊന്നും നോക്കാത്ത? ഞാൻ മൊത്തത്തിൽ നോക്കി. അതിനകത്തോളം വീണ് കിടക്കും. എന്റെ ബലമായ സംശയം ഇന്ന് വിഷു ആണേ. ഇന്ന് വിഷു കണി കാണുന്ന സമയം കണ്ണൻ എന്ന് പേരുള്ള ഒരാൾ ഇവിടെ വന്നു. സത്യമായിട്ടും ദൈവം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് അയച്ചതാന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ നീ 8ന്റെ പണി കിട്ടും. അല്ലാണ്ട് ഇപ്പൊ ഡോക്ടർ അയാൾ കേറി വന്നപ്പോ ചികിത്സ നിരസിച്ചു. ഉറപ്പായിട്ടും ഡോക്ടറിന് പണി കിട്ടും. ഭഗവാനെ, ഇതിനകത്ത് എനിക്ക് പങ്കില്ലേ? ഡോക്ടർ മാത്രമേ ഉള്ളേ. എന്റെ പൊന്ന് ഭഗവാനെ, എനിക്കൊരു അബദ്ധം വരുത്തല്ലേ. ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്. എന്റെ പൊന്ന് കണ്ണാ. എന്താ എന്തൊക്കെ ബിൽഡപ്പായിരുന്നു. എവിടെ പോയിരുന്നടാ? ഞാൻ ബാത്റൂമിൽ പോയത്. ഇപ്പം വരാനെങ്ങാനും താമസിച്ചിരുന്നെങ്കിൽ നിന്റെ പേരിൽ ഇവളിപ്പോ ഒരു അമ്പലം പണിഞ്ഞേ. അപ്പൊ ഡ്രസ് ചെയ്തില്ലേ? ഡ്രസ് ചെയ്ത്. അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് ബാക്ക് നനയ്ക്കരുത്. ഇവിടെ തല നനച്ചിട്ട് 2 ആഴ്ച പിന്നെയാണ് ബാക്ക് പോകാറോ. നീ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം കൂടുമ്പോ ഒന്ന് ഡ്രസ് ചെയ്യണം കേട്ടോ. 2 ദിവസം അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകണമെന്നേ ഞാൻ വൈകുന്നേരം വരാം. ഒരു കാര്യം ചെയ്യും. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ സൂക്ഷിക്കണം. അപ്പൊ നല്ല രീതിയിൽ. സാറേ, വലിയ ഉപകാരം. പിന്നെ വിഷുവായിട്ട് രാവിലെ ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നതിൽ വലിയൊരു വിഷമം എനിക്കുണ്ട്. ഞങ്ങൾക്ക് ഇതാണല്ലോ പണി. ഇനിയിപ്പോ എന്തായാലും ഓക്കെ ആയാലോ. ഇനി വീട്ടിൽ പോയിട്ട് പെങ്ങളെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ ആയിട്ട് പടക്കം പൊട്ടിച്ച് കിടക്കിച്ചെന്ന് ആഘോഷിക്കണം എനിക്ക്. പടക്കത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പടക്കത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രം പറയുക. വർഷത്തിലൊരിക്കൽ വരുന്ന ആഘോഷങ്ങളൊക്കെയാണ്. അത് ഇത്തിരി നല്ല രീതിയിൽ ആഘോഷിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടക്കം പൊട്ടിച്ചുള്ള ആഘോഷങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു അപകടം പറ്റി മനസ്സിലായി. കൊച്ചു പിള്ളേരൊക്കെ നമുക്ക് വേണം, ആവശ്യത്തിനെല്ലാം വേണം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നമ്മുടെ അനുഭവം വെച്ച് പറയാം, ഒരുപാട് കേസുകെട്ടുകൾ ഇതുപോലെ പടക്കം പൊട്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ലതാ. അപ്പൊ വീട്ടുകാരത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഹാപ്പി വിഷു. സെയിം ടു യു. നല്ലൊരു കൈയടി.
നല്ലൊരു കണിയായിരുന്നു. നസീർക്ക, സജി, ഓ പ്രദീപേ, ഓ. സൂര്യശ്രീ, നല്ല സൈലന്റ് ആയിട്ടുള്ള നീറ്റ് കളി, ഗംഭീര സ്കിറ്റായിരുന്നു. ഒരുപാട് ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കൂട്ടത്തിൽ നമ്മുടെ വിഷുവിനെയും കൂടെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് കൗണ്ടർ എല്ലാം. ഒരു വിഷു ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കണി വന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ട്രെയിനിങ് നിങ്ങളുടെ ഭയങ്കര രസമായി പോയി. ഇപ്പൊ ആദ്യം ഒരു ഫ്രഷ് നല്ലൊരു രോഗം, ഈ പനിയോ ചുമയോ അതുപോലെ എന്തെങ്കിലും നോക്കി നല്ലൊരു രോഗം. ഞാൻ വിചാരിച്ചത് ഇവനെ കൊണ്ട് തന്നെ എനിക്ക് പനി നോക്കിച്ചിട്ട് രണ്ടാമത് ഇത് നോക്കാന്നുള്ള രീതിയിൽ വരുമെന്നാണ്. അതിന് പറഞ്ഞു കൊടുത്ത ഉദാഹരണം കൂട്ടുകാരന് ബൈക്ക് ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ട് അറിയാവുന്ന ചോദിച്ചപ്പോ അവൻ പറഞ്ഞില്ല ഒരു രക്ഷപ്പെട്ടു. നീ സ്കൂട്ടർ എടുത്തേക്ക് വരാൻ അച്ഛൻ്റെ സ്കൂട്ടർ ഇരിപ്പുണ്ടത് എടുത്തുകൊണ്ട് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ ചോര വാർന്ന ഒരു പേഷ്യൻ്റ് ഇവിടെ വരും. അത് നോക്കിയിട്ട് തന്നെ നോക്കിയാൽ മതി. നല്ലൊരു സാധനം കേട്ടോ. നല്ല ചിന്തയായിരുന്നു ഇത് സ്ക്രിപ്റ്റിൻ്റെ. ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച? ശശാങ്കനാണ്. അടിപൊളി. എന്തായാലും വളരെ മനോഹരമായി 3 പേരും നല്ല ഗംഭീരമായിട്ട് അത് ചെയ്യുകയും ചെയ്തു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ പ്രദീപേ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. സൈലന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ചാടിയ ബഹളം ഉണ്ടാക്കിയ ഒന്നുമില്ല. ഒരു ഹോസ്പിറ്റലിന് പറ്റിയ ഒരു പേഷ്യന്റ് വന്ന് കാണിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളിയായ ഒരു സ്കിറ്റ്. ഓൾ ദ ബെസ്റ്റ് 3 പേർക്കും കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഇവര് ചേട്ടാ. ആ പ്രദീപ കരച്ചിലൊന്ന് കരഞ്ഞേ. സജി, ഓ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വരാൻ തോന്നുന്നു. കാരണം ചിരിച്ച് തലവേദനയായി. കാരണം ഡോക്ടറിന്റെ ഒരു ലുക്കും ഇല്ല കേട്ടോ. പക്ഷെ പുള്ളിനെ കാണാം എന്ത് ധൈര്യത്തിലാണ് വന്നതെന്നുള്ളതാണ്. പുള്ളിയുടെ സ്വഭാവം വേറെയാണ്. സൂര്യശ്രീ അസാധ്യ ടൈമിങ് കേട്ടോ. ശരിക്കും ഞാൻ കണ്ട ഏറ്റവും നല്ല വിഷുക്കണി ഇതായിരിക്കും തോന്നുന്നു. മറ്റേതല്ലട്ടാ, ഈ സ്കിറ്റാണ് ഉദ്ദേശിച്ചത്. സ്കിറ്റ് ശരിക്കും പട്ടി കടിച്ചിട്ടുണ്ടാ പ്രദീപനാ? ഇല്ലല്ലേ? ഇവിടെ കുറെ വീട്ടുകളുണ്ട്. എന്നെ കണ്ട അപ്പൊ കൊറേ ഞാൻ ആ ഭാഗത്തേക്ക് പറഞ്ഞു. സത്യം അന്യ വീട് എനിക്ക് കടിയിട്ടാണ്ട് സൂക്ഷിച്ചു. ഉഗ്രം സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വിഷുക്കണി തന്നെയായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് കേട്ടോ. സജി ഗംഭീരമായിരുന്നു കേട്ടോ. സജീനെ ആരുടെ കൂടെ എടുത്തിട്ടാലും സജിയുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറിയാണ്. യാതൊരു ആർട്ടിഫിഷ്യൽ പരിപാടികളൊന്നുമില്ല. എന്തൊരു ലൈഫ് പ്ലേ ആണ് സജി ചെയ്യുന്നത്. എന്ത് രസമായിട്ടാണെന്നറിയാം സജി പെർഫോം ചെയ്ത്. അടിപൊളിയായിരുന്നു കേട്ടോ. സജി ഉഗ്രനായിരുന്നു. സൂര്യശ്രീ ആസ് യൂഷ്വൽ നിങ്ങളെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ്. എത്ര പുലികളുടെ കൂടെ കൊണ്ടിട്ടാലും സൂര്യശ്രീ കാരണം ഒരു സ്കിറ്റിനും ഇതുവരെ നമ്മൾ സൂര്യശ്രീ കുറച്ചുകൂടെ നന്നാക്കാമാരും നമുക്ക് തോന്നിയിട്ടില്ല. കൂടെ നിൽക്കുന്നവരെക്കാൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ആ മരുന്നിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു അയ്യോ ഒരു രക്ഷയില്ല. അതിനൊപ്പം സജിയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. വെറുതെ ഇരുന്ന് കളയാൻ എന്തായാലും കൊടുക്കുക. വെറുതെ ഇരുന്ന് ചീഞ്ഞു കൊടുക്കാൻ സിനിമാറ്റിക് ഡാൻസിന്റെ ട്രൂപ്പിന് അതിന്റെ കൗണ്ടർ. അതുപോലെ ഞാൻ പൊട്ടിച്ചിരിച്ചു എന്നാന്നറിയോ, ഈ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പ് ഇങ്ങനെ തട്ട് എന്നാന്നേ പ്രദീപ് ഒരു ചോദ്യം ഉണ്ടായി. പ്രദീപിലോട്ട് വരികയായിരുന്നു. പ്രദീപെ അസൂയ ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു പ്രദീപ്. നമ്മൾ ഒരാൾക്കൊരു സാധനം എഴുതി വെക്കാം, അത് പെർഫോം ചെയ്യുക. അത് ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. 2 ആഴ്ച കഴിഞ്ഞിട്ട് വാ നിങ്ങളെ ഇത് എന്താണ് ക്ലീൻ ചെയ്ത് വിടണം. എന്തിനാ 2 ആഴ്ച ആക്കുന്നത്, ഞാൻ വൈകിട്ട് തന്നെ വരാം എന്നൊക്കെ പറഞ്ഞൊരു പോക്കുണ്ട് അങ്ങോട്ട്. അതൊക്കെ അത് പിന്നെ മറ്റേ കയ്യിൽ പോയി ഉമ്മ വെച്ചത്, അതുപോലെ ടൈമിങ് എല്ലാം ഒരുപാട് തമാശകളുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് പൊട്ടിച്ചിരിച്ചു. അടിപൊളിയായിരുന്നു. എൻ്റെ പ്രത്യേക വിശ്വാസംസകൾ കേട്ടോ. ഇതേപോലൊരു ഗംഭീര സ്കിറ്റ് തന്നതിന് ശശാങ്കൻ ഒരു പ്രത്യേക ഐഡി ചക്കര പൊളിച്ച് അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. അപ്പം കൈയോടെ വിഷു കൈനീട്ടം 20,000 രൂപ കൈനീട്ടമായിട്ട് കൊടുക്കും. 20,000 ചേട്ടാ. 20,000 രൂപയാണ് വെച്ചിരിക്കുന്നത്. എത്ര ഞാൻ പരമാവധി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു പരിധി ഉണ്ടല്ലോ. എന്നാലും 22,000 42,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ കടി കൊണ്ടു ഒരു രോഗി തന്നെ 2 തവണ വരേണ്ടി വന്നു. എല്ലാം കൂടെ ചേർത്ത് അവിടെ ടോട്ടൽ എമൗണ്ട് ഇത് ഐറ്റം വേറെയുടെ അടുത്ത സിൽവർ പഞ്ച്. ഒരു കൈയടി. വിഷുക്കൈണ്ട് സന്തോഷമായല്ലോ. അപ്പൊ ശരി ഡോക്ടറെ, നമുക്ക് അടുത്ത സ്കിന്നിന് കാണാം. സൂക്ഷിക്കണോട്ടോ, വൈറ്റ് ഡ്രസ്സിങ്ങിന് കാണാം. ഓക്കെ. ഈ തൊണ്ടവേനയ്ക്ക് ടെട്രാഡോട്രായ എന്താ ഉള്ളത്?
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ആയിരുന്നു നമ്മൾ സ്കിറ്റിന് മുമ്പ് ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. അടിപൊളി. ഇത് വെറും സ്പെഷ്യൽ ഒരു കിടുക്കാച്ചി സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. കാര്യം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള 1-2 വീഡിയോസ് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. എന്തിനാ ഒരുപാട് ആൾക്കാർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന തമിഴിലെയും തെലുങ്കിലെയൊക്കെ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് വരെ ആ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്ത് അത്രയും രീതിയിൽ റീച്ച് പോയ ഒരു വീഡിയോ. അത് ചെയ്ത് അപർണ എന്ന് പറഞ്ഞൊരു മോളാണ്. ഷീസ് ടു ഗുഡ് ഇൻ വയലിൻസ്. അപ്പം അപർണ മോളുടെ അപർണാസ് ലൈഫ് ബാൻഡും MK കലാസമിതിയും കൂടെ ചേർന്ന് കൊളാബറേഷനിൽ ഒരു കിടിലൻ പെർഫോമൻസ് നമുക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ഗൈഡ് അതല്ല അവരിപ്പോ വരും. ഓക്കെ വേറെ
നല്ലൊരു കൈയടി. ഇത് കേട്ടിട്ട് എന്റെ സൗണ്ട് വരെ അടിച്ചുപോയി. MK കലാസമിതിയും അതേപോലെ അപർണാസ് ലൈവ് ബാൻഡിനും നല്ലൊരു കൈയടി കേട്ടോ. ഓക്കെ ചേട്ടാ പ്ലീസ്. അപർണ, എന്തോ MK കലാസമിതി അടിപൊളിയായിരുന്നു. എന്തൊരു എനർജി ആയിരുന്നു മോളെ. സൂപ്പർ കേട്ടോ മോളെ. അപർണ സൂപ്പർ ആയിരുന്നു. സെലക്ഷൻ, അടിപൊളി സോങ്ങുകളുടെ എന്തൊരു ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. തുടക്കം മുതൽ നമ്മൾ കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നിങ്ങളത് ഫ്യൂഷനിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് അടിപൊളിയായിരുന്നു കേട്ടോ. അപർണയെ കുറിച്ചൊന്ന് പറയാം. അപർണ എവിടെയാണ് സ്ഥലം? എന്റെ വീട് അരൂര്. മൈ നെയിം ഇസ് അപർണ പ്രദീപ്. ആക്ച്വലി അപർണ പ്രദീപ്. ഓക്കെ, 9th പഠിക്കുന്നു. 9th പഠിക്കുന്നു. ഏത് സ്കൂളാ മോളെ? അവിടെ ECK യൂണിയൻ. ഓക്കെ. എത്ര വർഷമായിട്ട് മോൾ പെർഫോം ചെയ്യുന്നു? പെർഫോം ചെയ്യുന്ന 6 years തൊട്ട്. ഓ ഓക്കെ. 6 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങി. 6 വയസ്സുള്ള മുതൽ പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോർമാറ്റിൽ എത്ര നാളായി? ഇപ്പോ ഒരു 2 years. 2 years ആയി അല്ലേ? ഓക്കെ. MK കലാസമിതി എല്ലാം പുലികളാണ് കേട്ടോ. എന്തൊരു എനർജി ആയിരുന്നു. എനിക്ക് ഇവിടെ നിന്നിട്ട് ചാടുകയായിരുന്നു. തുടക്കം മുതൽ ഡാൻസ് കളിച്ച് സത്യം പറഞ്ഞ എൻ്റെ കാല് രണ്ടും മലയാറ്റൊരു മലയെല്ലാം കയറി ഇറങ്ങി വന്നിട്ട് നല്ല പെയിനായിട്ടിരിക്കുക. പക്ഷെ അതെല്ലാം മറന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എനർജിയും കൂടെ ഇങ്ങോട്ട് കിട്ടിയപ്പോഴും അടിപൊളിയായിരുന്നു. ആ ARMലെ പാട്ടൊക്കെ ഉണ്ടല്ലോ നമ്മളെ, എക്സ്പെഷ്യലി അത് ഗംഭീരമായിരുന്നു. അതിനകത്തൊരു ചെണ്ട ഒരു പോർഷൻ ഉണ്ടല്ലോ നമുക്ക്, അത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കാം. അതിനൊപ്പം എന്ത് മനോഹരമായിട്ടാണ് മോള് പ്ലേ ചെയ്യുന്നറിയോ? Thank you. അദ്ദേഹത്തിന്റെ പേരെന്താ? കീബോർഡ് വിമൽ. എറണാകുളം തന്നെ? അല്ല, ആലപ്പുഴ അല്ലേ? ഓക്കെ. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ആയിരുന്നു. ഗംഭീരായിരുന്നു. ഇദ്ദേഹത്തിന്റെ പേരെന്താ പറയാ? ചേട്ടാ ഫിന്നി. എറണാകുളം തന്നെ? കോട്ടയം. ചേട്ടന്റെ അടുത്താണ്. ചുങ്കത്തോ? അടിപൊളി. പിന്നെ ഗംഭീരായിരുന്നു കേട്ടോ. നിങ്ങളുടെ കോസ്റ്റ്യൂം ആകട്ടോ, ഒരു രക്ഷയില്ലാത്ത കോസ്റ്റ്യൂം. സത്യം പറയൂ, എവിടുന്നാണ് നിങ്ങൾ? എത്ര പേരുണ്ട്? എത്ര നാളായി ഇങ്ങനെ അപർണയായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? എല്ലാം പറയൂ, എല്ലാം അറിയണം. ഞങ്ങൾ ആലപ്പുഴയില് മാരാരിക്കുളം എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ. ഞങ്ങളുടെ ബാൻഡിന്റെ പേര് MK കലാസമിതി എന്നാണ്. ഇതിന്റെ മെയിൻ ആളുടെ മകനാണ് അജി. ഞങ്ങൾ ഹൈറ്റ് അനുസരിച്ച് ഞാൻ നടക്കുന്നതേ ഉള്ളൂ. എത്ര പേരുണ്ട് ടീമിൽ? ഞങ്ങൾ ഫുൾ ബാൻഡ് 24 പേരുണ്ട്. ഫുൾ ബാൻഡ് 24 പേരായിട്ടാണ് പോകുന്നത്. പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വന്ന് 18 പേരായിട്ടാണ് 18 പേരും നിന്നങ്ങോട്ട് പൊളിക്കുകയായിരുന്നു. അതെ. ഒരു കുറവ് എങ്ങും തോന്നിയില്ല. വെച്ചലക്കായിരുന്നു. ഇത്രയും വലിയ ഫ്ലോറല്ലേ, ആട്ടം കലാസമിതി വരെ ചെയ്ത ഫ്ലോറല്ലേ. ഇതിൽ വരാൻ പറ്റിയതിന്റെ വലിയ സന്തോഷം, വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കൂട്ടുന്നത്. ശരി. ഷാജോൻ ഏകദേശം ഐഡിയകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞെങ്കിൽ ഒരു രക്ഷയില്ലാത്ത കേട്ടോ. സ്റ്റേജിന് നിറവ് എന്ന് പറയുന്ന ഇതാണ്. മൊത്തത്തിലൊരു പൊളിയാണ് മൊത്തം സംഭവം. താങ്ക് യു നസീർക്ക. ചേട്ടാ, ആദ്യം ഞാൻ സൗണ്ട് എഞ്ചിനീയറിനെയാണ് സമ്മതിക്കുന്നത്. കാരണം ഇത് ബാലൻസ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. ഒന്ന് ചെണ്ടക്ക് മൈക്ക് വേണ്ട അല്ലേ? മൈക്ക് വേണ്ടാത്തൊരു ജിത്തിൻ എഞ്ചിനീയറിന് ഞാൻ ആദ്യം കൈയിടുന്നു. അതാണ് വന്നപ്പോഴേ പേരൊക്കെ ചോദിച്ചു. അതെ നിസ്സാര പണിയല്ല. നമ്മള് പൂരത്തിനൊക്കെ കണ്ടിട്ടില്ലേ, എത്ര ലക്ഷം പേരൊന്നും അതിന്റെ മുകളിലായിരിക്കും ചെണ്ടമേളം. മൈക്കൊന്നും വെച്ചിട്ടല്ല. കാരണം ഈ 18 കുതിരകളുടെ ഒപ്പം ഒരു മാൻപേടയാണ് ഓടി എത്തുക എന്ന് വെച്ചാൽ നിസ്സാരല്ല. കാരണം ഇത് ഇലക്ട്രോണിക് സ്ട്രിങ് ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഇത്രയും 18 അടവുമായിട്ടാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒപ്പം പിടിച്ചു നിസ്സാരമല്ല. അപർണ തകർത്ത് കളഞ്ഞു. ഇത് ലോകം മുഴുവനും എത്തട്ടെ. കാരണം നിസ്സാര കാര്യമല്ല വയലിൻ പഠിക്കാന്ന് വെച്ചാൽ തന്നെ. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെന്റ്. നല്ല പ്രസന്റബിൾ ആയിരുന്നു. മോള് ഇതിന്റെ ഒപ്പം ഡാൻസും ചെയ്യുന്നുണ്ടെന്നുള്ള. അപ്പൊ കൺഗ്രാറ്റ്സ്, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. താങ്ക് യു. അപർണയുടെ പെർഫോമൻസ് കണ്ടിട്ട് നമുക്കൊക്കെ അറിയാവുന്ന ഒരാൾ വിളിച്ചു എന്നൊക്കെ ആശാമാര് പറഞ്ഞാണോ? DSP സാർ. ഓ അത് ശരി. വെരി ഗുഡ്. നമ്മുടെ പുഷ്പയൊക്കെ ചെയ്ത. ഓ ഞാൻ പോലീസിലെ DSP ആണ്. DYSP വിളിച്ചത് ഒരു സല്യൂട്ട് തന്നത്. അപ്പൊ എന്താ ഇനി പെട്ടെന്ന് അങ്ങനെ ബാംഗ്ലൂർ പോയി കണ്ടല്ലേ? കൂടെ വായിച്ചു. ഓ അടിപൊളി. അങ്ങനെ ഒരുപാട് വലിയ മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഒരുമിച്ച് ട്രാവൽ ചെയ്ത് ഒരുപാട് പേരിലേക്ക് ഈ ഒരു ഫ്യൂഷൻ, ഈ ഒരു കൊളാബറേഷൻ എത്തിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വലിയ കൈ കേട്ടോ. അപ്പൊ താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. പൊളിക്കും. ഓക്കെ, തിരിച്ചേട്ടാ കണ്ടിട്ടില്ലല്ലോ? നേരിട്ട് കാണാം. ചെറുതുകളാണ്, വെടിയും പുകയായിരിക്കും. സൈന്ധവുണ്ട്, ദേവിലക്ഷ്മി ഉണ്ട്, കൂടെ അനന്യമോളും ഉണ്ട്. എത്ര നാള് നമുക്ക് മതിവരാത്ത സ്ഥലങ്ങളെ ഈ ചക്കയും മാങ്ങയൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? ഞാൻ കഷ്ടപ്പെട്ട് അങ്ങ് മുണ്ടക്കത്തീന്ന് ചുമന്നോണ്ട് വന്നത് വെറുതെ. ഇവിടെ ഇതാർക്കും വേണ്ടെന്നേ. അമ്മ നേരത്തെ എണ്ണിച്ചായിരുന്നോ?
തന്നെ മക്കളെ. ഇന്ധനം കേറ്റുന്നതൊക്കെ കൊള്ളാം. വൈകിട്ട് പോകാൻ നേരം എനിക്ക് തലചുറ്റുന്ന ഷുഗർ കൂടി എന്നാന്ന് ഇവിടെ പറഞ്ഞേക്കല്ലേ. മക്കൾ എവിടെ മക്കളെ പോണേ? ഞാനാ അമ്മ വീട്ടിലോട്ട് പോകുന്നില്ലേ? ഞാൻ ഇനി എങ്ങോട്ട് പോവാനാടാ? ഇനിയുള്ള കാലം വല്ല ഭാഗവതം വായിച്ച് ഇവിടെ അങ്ങ് കൂടാം. എന്നാ പിന്നെ ഇതങ്ങോട്ട് വായിക്കും. ശിവനേത് കൊറേ ഉണ്ടല്ലേ. മുണ്ടക്കേത്തേക്കുള്ള വണ്ടി എപ്പോഴാ? 4:30. ഞാൻ അങ്ങ് പൊയ്ക്കോളാം. എടാ മക്കളെ, നിനക്ക് അമ്മാവൻ ഇപ്പൊ ഒരു എക്സ്ട്രാ ഡെലിവറി ആയല്ലേ? എന്താ അധികപ്പറ്റായി എന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു കോരിവലയിട്ട് നീ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നത്. അയ്യോ, അത് കോരിവലയല്ല, അതെന്റെ നിക്കറായിരുന്നു അമ്മാവ. അതിനൊക്കെ എങ്ങനെയാടാ നിക്കറെന്ന് പറയാൻ? കൊറേ തോളയുള്ള ഒരു നിക്കറിട്ടുണ്ടവ വന്ന്. അതിപ്പോ ഇവിടെ പറയേണ്ട ആവശ്യം? നീ പഴയതൊക്കെ മറക്കുന്നു. ഞാൻ പഴയതൊക്കെ മറക്കുന്നോണ്ടാണ് അമ്മാവൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എന്താടാ അങ്ങനെ ഒരു വർത്താനം? ഷുഗർ വന്ന് മുറിച്ചു കളഞ്ഞ എന്റെ അപ്പൂപ്പന്റെ തള്ളവരള് ആശുപത്രിയിൽ പോയി മേടിച്ച് മുദ്രപത്രത്തിൽ പതിപ്പിച്ച് എന്റെ അമ്മക്ക് കിട്ടേണ്ട സ്വത്തുകൾ അടിച്ചു മാറ്റിയ മുതലായി വന്ന് നിൽക്കുന്നത്. അത് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തല്ലടാ മക്കളെ. 2 ഭാര്യമാര് 11 മക്കളുള്ള അമ്മാവനാണോ അറിവില്ലാത്തത്? അതുകൊണ്ടെന്താ അവരിട്ടിട്ട് പോയപ്പോ ഞാനല്ലേ വന്നത് നോക്കാൻ വേണ്ടി. അത് ഈ അമ്മാവൻ അറിയാടാ മക്കളെ. അതുകൊണ്ട് ആ സ്നേഹം ഈ അമ്മാവൻ നിന്നോട് എന്നും ഉണ്ടാവും. പിന്നെ മക്കളെ, അങ്ങ് മുണ്ടക്കേത്തോട്ട് പോവാൻ ഞാൻ എന്താ മടിക്കുന്നറിയാവോ? നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ രാത്രി ആവുമ്പോ ഭയങ്കര വെള്ളമടിയാ. പിന്നെ അമ്മാവൻ പോലീസുകാരെ വിളിച്ചു പറയണം. പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ പിന്നെ അമ്മാവൻ ഏതെങ്കിലും ഗുണ്ടകൾക്ക് കൊട്ടേഷൻ കൊടുക്കണം. ഈ പ്രായത്തിൽ ഞാൻ ഏത് ഗുണ്ട അറിയാനാടാ? എന്റെ ഒരാളുണ്ട് മിണ്ടിയാ തല്ലുന്നത്. ആരടാ? എന്റെ വെണ്ണമ്പുള്ള. എനിക്കെങ്കിലും സമാധാനം കിട്ടട്ടെ. നടക്കുന്ന കാര്യം വല്ല പറയടാ. പിന്നെ ഒരാളുണ്ടായിരുന്നു മിണ്ടിയാ തല്ലുന്ന ആള്. ആരടാ? അപ്പുറത്തെ വീട്ടിലെ കൊച്ചാപ്പിച്ചാനെ കുറിച്ച് അറിയാവോ? നമ്മുടെ കപ്പലിന്റെ ഇറക്കുന്ന ചട്ടിയില് അത് മണക കുഴച്ച് തലമ്പിച്ചിരിക്കുന്ന കയ്യാ. 150 ഓളൊക്കെ തല കൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നു. എന്നിട്ട് കൊച്ചാപ്പിച്ച ഇപ്പൊ എവിടെയുണ്ട്? അങ്ങോട്ട് നോക്കേ. 2 ഓട് കമത്തി വിട്ടിട്ട് ഒരു വിളക്ക് കത്തിച്ചേക്കുന്നുണ്ടോ? അവിടെ നടക്കണൊക്കെ പറയാം. ഇതാരെയും വിളിക്കുന്നേ? ഹലോ, ആരാ? ഹലോ, നമസ്കാരം. അതെ, പറയൂ. സദാശിവനല്ലേ? അതെ, സദാശിവനാണ്. നിങ്ങൾക്ക് നേരെ ഒരു കേസ് ഉണ്ട് കേട്ടോ. എന്തോ കേസ്? നിങ്ങള് മാങ്ങാണ്ടി എടുത്ത് കായലിൽ എറിഞ്ഞായിരുന്നോ? ഞങ്ങളിവിടെ മാങ്ങാണ്ടി ഒന്നും എടുത്ത് കായലിൽ എറിഞ്ഞിട്ടില്ല സാർ. എന്നാലേ ഇവിടെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അവിടെ വയസ്സായ ആരെങ്കിലും ഉണ്ടോ? വയസ്സാളുണ്ടെന്ന് പറയുമ്പം ഒരു 4 തവണ വയസ്സായ ഒരാളുണ്ട്. 4 തവണ പ്രായമായ? 18ാമത്തെ വയസ്സ് നിങ്ങൾക്ക് പ്രായമായി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 62. 18 × 4 62. 4 തവണ പ്രായമായില്ലേ? അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. സോറി സാർ. സാർ പറയൂ. എന്നാലേ ഇവിടുത്തെ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ വയസ്സായ ആളാണ് മാങ്ങാണ്ടി അവിടെ എടുത്ത് എറിഞ്ഞേക്കുന്നത് കണ്ടത് കേട്ടോ. ഓ, അതാണോ? അതിന് പകരം നിങ്ങൾ 1 ലക്ഷം രൂപ പൈസ അടയ്ക്കണം. 1 ലക്ഷം രൂപ? എന്താടാ മക്കളെ, മക്കൾക്ക് ഇനി മാങ്ങ വേണ? മിണ്ടാതിരിക്കുന്നു. ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. ശരി. ദൈവമേ, 1 ലക്ഷം രൂപ! എടാ, ഞാൻ നേരത്തെ ചോദിച്ചില്ല നിനക്ക് മാങ്ങ വേണാന്ന്. ആണ്ടടാ, ഒരു മാങ്ങാണ്ടി കാരണം എനിക്ക് ഗോൾഡൻ മഞ്ച് മേടിച്ചിട്ട് മക്കൾക്ക് മാങ്ങ വേണമെങ്കിൽ അമ്മാവ നേരെ മുണ്ടക്കയത്തോട്ട് പോയി കുറച്ചും കൂടെ മാങ്ങ പറക്കിയിട്ട് വരാം. മുണ്ടക്കയത്ത് ഇപ്പോഴും ആ മാവ് നിപ്പുണ്ട് മക്കളെ. എന്നാ അത് ഉടനെ മുറിക്കണം അമ്മാവ. അയ്യോ, എന്ത്? നിങ്ങളെ കർമ്മം ചെയ്യാൻ. നിങ്ങൾ എന്തോ പരിപാടിയാ കാണിച്ചേ? മാങ്ങാണ്ട് എടുത്ത് കാലിലോട്ട് എറിഞ്ഞോ? ഓ, 4 മാങ്ങ എറിഞ്ഞപ്പോ 4 മാങ്ങ അടി കിട്ടി. അതിനടുത്ത് കാലിലോട്ട് എറിഞ്ഞു. നിങ്ങൾ കാലിലോട്ട് എറിഞ്ഞു? എടാ, നിനക്ക് ആകപ്പാടാ 3 സെന്റേ ഉള്ളു. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മാങ്ങാണ്ടിയിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അവസാനം മാവ് കിളുത്തു നമ്മളെ വീടിനേക്കാളും പൊങ്ങിപ്പോവും. എന്നിട്ടത് മുറിക്കണമെങ്കിൽ 10-20,000 രൂപയും. 10-20,000 രൂപയാണ് അത് എവിടുന്നേലും ഒപ്പിക്കാനും. ഈ 1 ലക്ഷം രൂപ ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാ? അമ്മാവ വല്ലതും അറിഞ്ഞോ? എന്താടാ? നിങ്ങൾ ഇവിടുന്ന് മാങ്ങാണ്ടി എടുത്ത് കാലിലോട്ടിരുന്നില്ലേ? അത് ഏതോ ഒരുത്തെ ഷൂട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്ത്. അവരിപ്പോ ഇങ്ങോട്ട് അന്വേഷണത്തിന് വരുമെന്ന്. മക്കളെ, അമ്മാവ മുണ്ടക്കത്തോട്ട് പോവുക. അവിടെ നിൽക്കി. അമ്മാവ ബസ്സിൽ കയറി തെള്ളിപ്പോണ്ട. കൊണ്ടുപോകാനുള്ള ജീപ്പ് ഇപ്പൊ വരും. മനുഷ്യനിവിടെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കിടന്ന പെടാപ്പാട് നമുക്കേ അറിയത്തുള്ളൂ. അന്നേരം മാങ്ങാണ്ടിയുടെ രൂപത്തിൽ ഓരോന്ന് വന്ന് കേറുന്നല്ലോ എൻ ടീച്ചരാ. ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങ. ആടണ്ടട മാങ്ങ തൂങ്ങണ്ടട മാങ്ങ എന്നെ മറന്നെങ്ങും പോകല്ലട മാങ്ങ. നിങ്ങളാണോ മാങ്ങാന്റെ അടുത്ത് കായലിറങ്ങത്? അറിയാതെ പറ്റില്ല. കണ്ണിന് കാഴ്ചയില്ലാത്ത എന്റെ അമ്മാവനാണ്, അത് അറിയാതെ പറ്റിയതാണ്. നീ എന്ത് വീട്ടിൽ തറവാടായി വിളിച്ചു പറയുന്നേ? എനിക്ക് കണ്ണിന് കാഴ്ചയൊക്കെ ഉണ്ട്.
ഇതൊന്ന് ഒഴിവാക്കി തരണം. എന്താ കേസോ? അല്ല, ഈ ആഫ്രിക്ക മുഷിയെ ഒരു മനുഷ്യ എങ്ങനെയും ഒപ്പിട്ടെടുക്കുമ്പോ അതിനെ ചവിട്ടി താത്താ നിൽക്കുന്നു. സാറേ ഇതെങ്ങനെയാലും ഒന്ന് ഒഴിവാക്കി തരാം സാറേ, കഷ്ടമുണ്ട് സാറേ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ കേസ് ആരാണ് പറഞ്ഞതെന്നറിയാവോ? ഇല്ല സാർ, ഈ സംരക്ഷകരുണ്ടല്ലോ, പരിസ്ഥിതി സംരക്ഷകരാണ് ഈ കേസ് തന്നത്. അതുകൊണ്ട് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ, നടപടി നമുക്ക് എടുത്തേ പറ്റൂ. അമ്മാവ എന്തോ ചെയ്യും നമ്മള്? എന്ത് വേണമെങ്കിലും കൊടുക്കാതെ പറയടാ. എന്ത് വേണമെങ്കിലും ഞങ്ങൾ കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് മാങ്ങ കൊടുത്താലേ? മാങ്ങ വിറ്റില്ല നിങ്ങൾ ഇതുവരെ. ഇങ്ങനെ അണ്ടി പോയ അണ്ണാനെ കുടിക്കാനോ സാറിന് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കൊടു. ശരി മക്കളെ, ഞാൻ പെട്ടെന്ന് വെട്ടിയെടുത്തു. സാറേ കഷ്ടമുണ്ട്, ഈ കേസ് എങ്ങനെയാലും ഒന്ന് ഒഴിവാക്കി തരണം. സാറേ കഷ്ടമുണ്ട് സാറേ, എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ല. സാറിനോട് 10,000 രൂപയൊക്കെ തന്ന് ഞങ്ങൾ ഒന്ന് ഒപ്പിക്കാം സാറേ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇച്ചിരി പൈസ ഇറക്കേണ്ട പരിപാടിയാണ്. 1,00,000 രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല സാറേ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവൂല. എടാ ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അന്നാനം ആടിക്കൊണ്ട് നടക്കുവാണ് അവിടെ. ഓ ഇടാ എന്തോ ചെയ്യും നമ്മള്. സാറേ എന്നാ സാറേ കഴിച്ചോ സാറേ. എന്തോ ഇത്? ഇത് മാങ്ങ അടിച്ച ജ്യൂസും പിന്നെ ഇത് മാങ്ങ പൂളിയതും. ഇതിന്റെ മാങ്ങാണ്ടി എവിടെ? ഇവൻ പറഞ്ഞു ഒരു കാരണവശാലും മാങ്ങാണ്ടി എടുത്ത് കാലിലെറിയരുതെന്ന്. അതുകൊണ്ട് ഞാൻ കനാലിലങ്ങ് കളഞ്ഞു. ആ വെരി ഗുഡ്. ഈ കനാലിന്റെ കണക്ഷൻ എങ്ങോട്ടായിരുന്നു? കായല്ലേ. എടാ ഇയാളെ ജയിലിടുന്ന രക്ഷപ്പെടൂല. എന്റെ അമ്മ നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത്? നീ അല്ലേടാ പറഞ്ഞ കായലിലെറിയരുതെന്ന്. കനാലിലോട്ടങ്ങ് എറിയാവോ? എടാ നിനക്ക് 1,00,000 രൂപയല്ല 2,00,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ഗോൾഡൻ മഞ്ചിൽ ഡയമണ്ട് മഞ്ച് അടിച്ചു തന്നേ സാറേ. എന്തിനാ സാറേ 2,00,000 രൂപ? കായലും കടലും മാലിന്യമാക്കിയതിന്. സാറൊന്ന് ആ ജനലിന്റെ വെളിയിലോട്ടൊന്ന് നോക്കിക്കേ. പുതിയ പാലം പണിഞ്ഞ? അയ്യേ അത് പുതിയ പാലമല്ല, നാട്ടാരെറിയിട്ടോടെ പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയും പാട്ടയുമാണ്. എന്റെ മോളിൽ കൂടെ കയറി കഴിഞ്ഞാൽ അക്കരെ ഇറങ്ങാം. ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ 4 മാങ്ങാണ്ടി എറിഞ്ഞത് ഇത്ര വലിയ കുഴപ്പം. ഒരുപാട് മെസ്സേജ് ഒന്നും പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ഇവിടെ ക്ലൈമാക്സിന് ചിരിയാണ് ആവശ്യം. എന്നാ പിന്നെ മക്കളെ അമ്മ നേരെ മുണ്ടക്കയത്തോട്ട് പോവുക. എന്നിട്ട് ഒരു മെയ് മാസം ആവുമ്പോഴൊക്കെ വരാം. എന്തിനാ? അതാവുമ്പോ ചക്ക സീസണ്, ചക്കയും കൊണ്ട് വരാം. ഒരു മാങ്ങാണ്ടി കൊണ്ട് 2,00,000 രൂപ എനിക്ക് ഫൈൻ അടക്കണ്ടേ? താണ്ട്ര 200 കുരുവുള്ള ചക്കയും കൊണ്ട് വരാൻ പോന്നു. ഞാൻ എന്റെ വീട് വിറ്റാ പോലും ഫൈൻ അടച്ച് തീർക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ അറിയിക്കോളാം. പോയിക്കോളാവേ. നല്ല കലക്കൻ സ്കിറ്റായിരുന്നു കേട്ടോ. കാര്യം ഈ അടുത്തിടെ നടന്ന ഒരു സംഭവമാണ് നിങ്ങൾ സ്കിറ്റാക്കി എടുത്തത്. അത് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സ്കിറ്റാണ്. കാര്യം ഇതിൽ ഒരു തമാശയിലുപരി കുറേ മെസ്സേജുകളുള്ളൊരു സ്കിറ്റാണ്. പിന്നെ അത് നിങ്ങൾ 3 പേരും നല്ല കറക്റ്റായിട്ട് അത് ചെയ്യുകയും ചെയ്തു. അനന്യമോളെ പരിസ്ഥിതി എന്നൊന്ന് പറഞ്ഞേ. പരിസ്ഥിതി പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞേ. പരിസ്ഥിതി പ്രവർത്തകർ ആ ഗ്യാപ്പ് അങ്ങനെ പറഞ്ഞു വന്നപ്പം കിട്ടിയില്ല. കൊച്ചു ഹെൽപ്പ് ചെയ്ത് കയ്യൊക്കെ കെട്ടി പരിസ്ഥിതി പ്രവർത്തകര്. അല്ല അത് കിട്ടാഞ്ഞിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ചോദിച്ചാണത്. അതെ അതെ അതെ. അയ്യോ അത് കാലക്കിട്ട് ആണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. അറിയില്ല തിരിച്ചേട്ടാ ഇവരെ. അതേപോലെ അമ്മാവ് നല്ല രസമായിരുന്നു, സൈന്ധവ് നല്ല രസമായിരുന്നു, പോലീസുകാർ നല്ല രസമായിരുന്നു. നല്ല കൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത് ഒക്കെ കേട്ടോ. നല്ല ഗംഭീരമായ കൗണ്ടറുകളായിരുന്നു. 3 പേർക്കും അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. നല്ല ഉഗ്രൻ സ്കിറ്റായിരുന്നു. കാര്യം നിങ്ങളെ 3 പേരെയും ഇതുവരെ കാണാത്ത രീതിയിലൊരു പെർഫോമൻസ് ആയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ദേവിമോളി അടുത്ത് ഈ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ വൈഫ് അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഭർത്താവ്, അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു അമ്മാവനായപ്പോൾ ഉണ്ടല്ലോ ഉഗ്രനായിരുന്നു മോളെ. ചക്കര നന്നായിട്ടത് പെർഫോം ചെയ്യുന്നുള്ളതാണ്. കാര്യം ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും ഒക്കെ പിടിച്ച് ഇനി ഭാഗവതമൊക്കെ വായിച്ച് വിടാൻ കൂടാലോ. ഇനി വായിക്കാൻ പറഞ്ഞപ്പോൾ ശിവനെ ഇത് ഒരുപാടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ഉഗ്രനായിരുന്നു ഇതൊക്കെ. പിന്നെ സൈന്ധവ് മോനെ കാലക്കെടുത്ത് നീ അതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങോട്ട് അനന്യ മോള് കയറി വന്നു. മോളുടെ ഭാഗങ്ങളും എല്ലാം ഗംഭീരമായിട്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചിരിച്ചേട്ടാ കുട്ടികളെ എന്ന് വിളിക്കാൻ തോന്നുന്നില്ല, ഗുരുക്കന്മാരെ എന്ന് വിളിക്കാൻ തോന്നുന്നു. അതെ സത്യമാണ്. നമ്മുടെ പിന്നാലെ വരുന്നവരെ കണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം അത്രക്ക് പെർഫെക്റ്റ് ആയിട്ട് മോഡുലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അറിയോ എന്താണ്? എത്ര വയസ്സിന്റെ മോക്ക്? 10 വയസ്സുള്ളൊരു കൊച്ചൊരു അമ്മാവനായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതേ മോഡുലേഷൻ ആ ഭാഷ. മോള് ഏത് നാട്ടുകാരിയാണ്? കന്യാകുമാരി ജില്ല. കന്യാകുമാരി ജില്ല മാർത്താണ്ഡം. ശരിക്കും പക്ഷെ ആ സംസാരമൊക്കെ കണ്ടില്ലേ ഈ കോട്ടയം അല്ലെ അവിടെയുള്ള ചായന്മാരുടെ വന്ന അമ്മാവനങ്ങനെ. ആ അതെ അതെ ഇടയ്ക്ക് വാ അതൊക്കെ കേറിയാനെ. സൈന്ധവേ എന്താ വോയിസ് പവർ. മൈക്കൊന്നും വേണ്ട. പോലീസ് തകർത്ത് കളഞ്ഞിട്ടാ. ഷൂസിന് എന്താ പറ്റിയത്? ധൃതി പിടിച്ചപ്പോ ഷൂസ് എവിടെ പോയി?
അല്ല, ഏറ്റവും വലിയ നിയമം തെറ്റിച്ചേക്കണ പോലീസാണ്. ഇതിന് ഞാൻ എത്ര ഫൈൻ അടയ്ക്കേണ്ട വരുമോ? പക്ഷെ ഈ ആനുകാലികമായിട്ടുള്ളൊരു സംഭവം എടുത്തിട്ട് ഒരു ഫുൾ ത്രെഡാക്കി മാറ്റുക, അതിലൊരു വലിയ മെസ്സേജും ഉണ്ട്, ഒരു പൊളിറ്റിക്സും പറയുന്നുണ്ട്. എന്തായാലും ഷൂസ് ഇല്ലാത്ത പോലീസ് സല്യൂട്ട്, ബിഗ് സല്യൂട്ട് എല്ലാവർക്കും. താങ്ക് യു ചേട്ടാ. നസീർക്കാ, നല്ലൊരു മെസ്സേജ്, നല്ല സ്കിറ്റ്. എത്ര ഫൈൻ അടയ്ക്കണം? 15,000 രൂപ. 15,000 രൂപ. ഓക്കെ ചേട്ടാ, 15 തന്നു. ഞാനും കുറയ്ക്കുന്നില്ല, ഷൂസ് ഒക്കെ മേടിക്കണ്ടല്ലേ. ഞാനൊരു 15,000 രൂപ കൊടുക്കും. ടോട്ടൽ 30,000 രൂപ ആയിട്ടുണ്ട്. നിജയുടെ കാര്യമായിട്ട് വേണം, ഞാൻ കുറെ ചക്കയായിട്ട് വരാനുള്ളതാ. ടോട്ടൽ എമൗണ്ട് 50,000 രൂപ. കലക്കിയല്ലോ. ഫൈൻ അടക്കാൻ കാശായി. അതെ, ഇനി പോയിട്ട് ചക്കയായിട്ട് വരണം കേട്ടോ. ശരി സാർ, ബൈ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ ഇന്നത്തെ സമയം ഏതാണ്ട് കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. എല്ലാവരും പോയി കിടന്ന് നന്നായിട്ട് ഉറങ്ങാം. ബാക്കി ചിരി നാളെ അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.